ഹലോ ഗൈസ്, നിങ്ങൾക്ക് താരനുണ്ടോ? കാലനരയുണ്ടോ? മുടി വളരുന്നില്ലേ? മുടി കൊഴിച്ചിലുണ്ടോ? ഡോണ്ട് വറി, നമ്മുടെ കയ്യിലൊരു അടിപൊളി സാധനമുണ്ട്. നമ്മളുടെ ഇന്നത്തെ പരിപാടി വെളിച്ചെണ്ണ കാച്ചലാണ്. അമ്മമ്മ ഈ ഒരു രീതിയിലാണ് വെളിച്ചെണ്ണ കാച്ചാറ്. അമ്മയും അത് പിന്തുടരുന്നു. വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ട ഔഷധ സസ്യങ്ങൾ പറിക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ അങ്ങ് പറമ്പിലേക്ക് ഇറങ്ങി. ഈ ഔഷധ സസ്യങ്ങളൊക്കെ താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും സഹായിക്കുന്നു. ഇതുകൂടാതെ ഇതിൻ്റെ മറ്റു ഗുണങ്ങളും ഒന്ന് പറയാം. ഇതാണ് പൂവാങ്കുരുന്നില. ഇത് മുടിക്ക് തിളക്കവും കരുത്തും നൽകാൻ സഹായിക്കുന്നു. അറ്റം പിളരുന്നത് തടയുകയും ചെയ്യുന്നു. ഇത് കീഴാർനെല്ലി മുടിയെ ഉള്ളുള്ളതും ശക്തവുമാക്കാൻ സഹായിക്കുന്നു. ഇത് മുക്കുറ്റി ഇതിൽ അടങ്ങിയിട്ടുള്ള അണുനാശിനി ഗുണങ്ങൾ തലയോട്ടിലെ അണുബാധകൾ, ചൊറിച്ചിൽ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാലോ, കറിവേപ്പില മുടിക്ക് ബലവും തിളക്കവും നൽകുന്നു. മൈലാഞ്ചി നരയെ മറയ്ക്കാൻ സഹായിക്കുന്നു. മുടിയുടെ ഓരോ നാരിനെയും ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നു. പനിക്കൂർക്ക മുടി വളരാൻ ആവശ്യമായ പോഷണങ്ങൾ നൽകി പുതിയ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. ചെമ്പരത്തിയില മുടിക്ക് തിളക്കവും കറുത്ത നിറവും നൽകുന്നു. തലയോട്ടി വൃത്തിയാക്കി രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ആടലോടകം മുടി വളർച്ചയെ നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ഭൃംഗരാജ് നമ്മൾ കഞ്ഞെണ്ണ എന്ന് പറയും. മുടിക്ക് കനവും ബലവും നൽകുന്നു. അകാല നര അകറ്റുന്നു. മഞ്ഞൾ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും നരയെ അകറ്റാനും സഹായിക്കുന്നു. അച്ചോലത്തിൻ്റെ കിഴങ്ങെടുത്തിട്ടുണ്ട്. അത് തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടി വേരുകളെ ശക്തിപ്പെടുത്താനും മുടി വളരാനും സഹായിക്കുന്നു. കറ്റാർവാഴ മുടിക്ക് ഈർപ്പവും മിനുസവും നൽകുന്നു. ഇതൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. പൂവാങ്കുരുന്നില, കീഴാർനെല്ലി, കഞ്ഞെണ്ണി, മുക്കുറ്റി ഇതിൻ്റെയൊക്കെ തണ്ടും ഇലയും എടുത്തിട്ടുണ്ട്. ഇലകളൊക്കെ ഒന്ന് മുറിച്ചിട്ട് നമ്മളുടെ വീട്ടിലൊരു പഴയ മിക്സി ഉണ്ടായിരുന്നു, അതിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുവാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്കൊന്ന് ഇത് അരിച്ചെടുക്കാം. ഇലകളുടെ കൂടെ കറ്റാർവാഴ കൂടി ഇട്ട് കൊടുത്താൽ വേഗം അരച്ചു കിട്ടും. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പറയാൻ മാത്രം മുടിയൊന്നുമില്ല, പക്ഷേ എൻ്റെ താരനൊക്കെ നന്നായിട്ട് പോയേ. അറ്റം പിളരുന്നുണ്ടായിരുന്നു, അതും ഇപ്പോഴില്ല. പിന്നെ പുതിയ മുടി വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇടയ്ക്കിടെ DPU കട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഉരുളിലേക്ക് 2 പ്രാവശ്യമായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. മീഡിയം തീയിൽ മതി. പിന്നെ ഇടയ്ക്കിടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. കരിഞ്ജീരകം മുടി കൊഴിഞ്ഞ ഭാഗത്ത് പുതിയ മുടി വളരാൻ സഹായിക്കുന്നു. ഇതിലുള്ള വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. എൻ്റെ അച്ഛന് ഷഷ്ഠപൂർത്തിയാവാൻ പോവുകയാണ്. അച്ഛൻ്റെ മുടിയൊന്നും അങ്ങനെ നനച്ചിട്ടില്ല. ഫ്രണ്ട്സിനൊക്കെ അസൂയയാണ്. മുടിക്ക് നല്ല കറുപ്പും ഉണ്ട്. ഇതാ നമ്മളുടെ വെളിച്ചെണ്ണ ആയി വരുന്നുണ്ട്. ഇതാ കീടങ്ങളൊക്കെ ഇതാ അടിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. അമ്മ ഇത് ചൂടാറിയതിന് ശേഷം ക്യാന് കഴുകി തുടച്ച് അതിലേക്ക് മാറ്റുവാണ്. എണ്ണയ്ക്ക് നല്ലൊരു മണം. ഹസ്ബൻഡ് ഗൾഫിലാണ്, അവർക്ക് നല്ല താരനും ചൊറിച്ചിലും ഉണ്ട്. അപ്പം ഈ ഒരു എണ്ണ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോഴും തേച്ചിട്ട് നല്ല മാറ്റേണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് വെളിച്ചെണ്ണയുടെ അടിയിൽ അടിഞ്ഞു കിടന്ന കീടം. ഇത് കാലുകളിലെല്ലാം ഡ്രൈ ആയി കിടക്കുമ്പോൾ പുരട്ടുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ എപ്പോഴും കുളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ പുരട്ടി വെക്കുന്നതാണ് നല്ലത്. കുട്ടികളുടെ മുടി ചെമ്പിച്ച മുടി പോലെയാണ്. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ തേച്ചിട്ടൊക്കെ ഒരു കറുപ്പ് വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് വെളിച്ചെണ്ണ കാച്ചി നോക്കൂ.